നമ്മൾ മിനോക്സിഡിലുള്ള പ്രിപ്പറേഷൻസിലും ചില സിറംസിലും റോസ്മേരി ഓയിൽ കണ്ടുവരാറുണ്ട്. മിനോക്സിഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിർത്തി കഴിയുമ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകണു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ആൻഡ്രോജെനിക് അലോപീഷ്യ ആണുങ്ങളിൽ ഉണ്ടാവുന്ന ഹെയർ ലോസിലോ അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിലോ ഈ റോസ്മേരി ഓയിൽ ഹെൽപ്പ് ചെയ്യുമോ, അതോ മിനോക്സിഡിലാണോ ബെറ്റർ, എന്താണെന്നുള്ളത്, മിനോക്സിഡിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ബേസിക്കലി റോസ്മേരി ഓയിലും മിനോക്സിഡിലും രണ്ടും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ്. അത് ഈവൻ നമ്മൾ മിനോക്സിഡിലുള്ള പ്രിപ്പറേഷൻസിലും ചില സിറംസിലും റോസ്മേരി ഓയിൽ കണ്ടുവരാറുണ്ട്. ബേസിക്കലി റോസ്മേരി ഓയിൽ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിലോട്ടുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി സ്കാൽപ്പിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. മിനോക്സിഡിൽ ചെയ്യണതും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടലും ബാക്കി വേറെ കുറച്ച് ഫങ്ഷൻസും കൂടി മിനോക്സിഡിലിനുണ്ട്. മിനോക്സിഡിലാണ് ദി ഓൺലി പ്രൂവൺ, ഈ പറഞ്ഞ പോലെ ആൻഡ്രോജെനിക് അലോപീഷ്യ അങ്ങനത്തെ കണ്ടീഷൻസിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് മിനോക്സിഡിലാണ്. മിനോക്സിഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിർത്തി കഴിയുമ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകണു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനോക്സിഡിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ്, നമ്മൾ ഹെയർ ഫോളിന് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നിർത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊട്ടക്ഷൻ പോകുമ്പോഴാണ് ബാക്കിയുള്ള ഹെയർ ഫോൾ കൂടുതലായിട്ട് വന്നു തുടങ്ങുന്നത്. അതല്ലാതെ മിനോക്സിഡിൽ നിർത്തിയത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മുടി കൊഴിഞ്ഞു പോയി എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ശരിയല്ല. മിനോക്സിഡിലാണ് അതിൻ്റെ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. അത് ചിലപ്പോൾ മിനോക്സിഡിൽ മാത്രം മതിയാവില്ല, ഹെയർ ഫോളിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ബാക്കി കാര്യങ്ങളും കൂടി ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹോം റെമഡീസിനെക്കാളും ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോർ ഈ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് മിനോക്സിഡിൽ പോലത്തെ ബാക്കി മരുന്നുകളും കാര്യങ്ങളും ഉപയോഗിക്കുക. അത് നിങ്ങളുടെ ഹെയർ ഫോളിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ബാക്കി പ്രൊസീജിയേഴ്സിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടത്.